ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് പൊക്കക്കുറവുള്ള കുട്ടികളെ കൊണ്ട് ഞാൻ കാണിച്ചു തരുന്ന യോഗാസനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പൊക്കം കൂടാൻ സഹായിക്കും. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യും. അത് ആ വളർച്ചയുടെ കാലഘട്ടത്തിൽ, ആ കൗമാരപ്രായത്തിൽ മുടങ്ങാതെ ഈ എക്സസൈസുകൾ, ഈ യോഗാസനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഗുണം ചെയ്യും. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഹൈറ്റ് കൂടാൻ വേണ്ടി കുട്ടികളെയൊക്കെ ഓരോ ബാറുകളൊക്കെ ഇങ്ങനെ തൂങ്ങും അല്ലേ? അപ്പൊ ഇങ്ങനെ തൂങ്ങുന്ന വഴി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മൊത്തം ബോഡിയിലൊരു സ്ട്രെച്ചിങ്, മസിൽസ് ഒക്കെ സ്ട്രെച്ച് ചെയ്തിട്ട് അത് ഹൈറ്റ് കൂടാൻ സഹായിക്കും. ഇനി കാണിച്ചു തരുന്ന യോഗാസനങ്ങളും എല്ലാം സ്ട്രെച്ചിങ് യോഗാസനസ് ആണ്. ഇതുവഴി നമുക്ക് നമ്മുടെ ബോഡി പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനും ഹൈറ്റ് കൂടാൻ സഹായിക്കും. ഉദ്ധിത പാർശ്വകോണാസനം അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് സൈഡ് ആംഗിൾസ്. നമ്മൾ കാലുകൾ ഒരു 4 അടി അകലത്തിലേക്ക് വെക്കുക. അകലത്തിലേക്ക് വെച്ചു. ഫസ്റ്റ് ഞാൻ ഈ സൈഡിലേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാലിൻ്റെ പാദം നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ 90 ഡിഗ്രി തിരിച്ചു. മറ്റേത് പാദം ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഇരിക്കുക. ഇത് നേരെ ഇങ്ങനെ വെച്ചു. എന്നിട്ട് ആദ്യം തുടക്കത്തിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് പിടിക്കുക. കൈ ഇങ്ങോട്ട് വെച്ചു ഈ കാൽമുട്ട് മടക്കി ഇത് തലയ്ക്ക് ലംബമായി നിർത്തുക കാല്. എന്നിട്ട് ഈ കൈ ഇങ്ങനെ മറ്റേ കാല് അല്പം കൂടെ വലിച്ചു വെച്ച് ഒരു സ്ലാൻഡിങ് പൊസിഷനിൽ, ഇവിടുന്ന് അങ്ങോട്ട് വന്നാൽ ഒരു സ്ലാൻഡിങ് പൊസിഷനിൽ ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. ഇങ്ങനെ വയ്ക്കും. ഓക്കെ, ഗ്രാജുവലി നിങ്ങൾക്ക് ഈ കൈ ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്യണം. ഇങ്ങനെ വെച്ച് ഈ ഒരു രീതിയിൽ നിന്നും സാവധാനം ഇതുപോലെ. ഓക്കെ, മാറ്റ് അല്പം തെന്നി പോവുക. അത് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ചുകൂടെ ഗ്രിപ്പുള്ള മാറ്റ് യൂസ് ചെയ്യുക. ഞാൻ തിരിച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു യോഗാസനം മുടങ്ങാതെ ഡെയിലി ഒരു 3 തവണ മിനിമം ചെയ്യുക. ത്രികോണാസനം ചെയ്യാൻ ആദ്യം. അതിന് നമ്മൾ കാലുകൾ 3 അടിയൊക്കെ അകലത്തിലേക്ക് വെക്കുക. 3-3.5 അടി. എന്നിട്ട് ഈ കാല് ഞാൻ ഫസ്റ്റ് ഈ സൈഡിലേക്ക് ചെയ്യുന്നു. അപ്പോൾ കാലിൻ്റെ പാദം ഇങ്ങനെ 90 ഡിഗ്രി ആക്കുക. മറ്റേ കാലിൻ്റെ പാദം ഒരു 45 ഡിഗ്രി. എന്നിട്ട് ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തുന്നു. ശ്വാസം വിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ മേളിലേക്ക് പോകും. ഓക്കെ, ഇത് ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്യുക. വെച്ച് ഈ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് റിവോൾവ്ഡ് ട്രയാങ്കിൾ പോസ് ചെയ്യാം. ട്രയാങ്കിൾ പോസ് നമ്മൾ ചെയ്തു. ഇനി റിവോൾവ്ഡ് ട്രയാങ്കിൾ പോസ്, വൈകുന്ന ത്രികോണാസനം എന്ന് പറയും. അതിന് ഇതുപോലെ കാലുകൾ 3-3.5 അടി അകലത്തിലേക്ക് വെക്കുന്നു. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി നമ്മുടെ ബോഡി ഒന്ന് ലിസ്റ്റ് ചെയ്യിച്ചിട്ട് ഇങ്ങനെ ശ്വാസം എടുത്ത് ഉയർന്നു. ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്യണം. ഇവ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രം ചെയ്താൽ പോരാ, ഓപ്പോസിറ്റ് സൈഡും ചെയ്യണം. വീണ്ടും ശ്വാസം എടുത്ത് ബോഡി ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യിക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് കൈ ഓപ്പോസിറ്റ് കാല് മേളിലേക്ക് നോക്കി ഏതാനും സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് ശ്വാസം എടുത്ത് തിരിച്ചു വരിക. ഓക്കെ, ദെൻ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള
എളുപ്പത്തിൽ ചെയ്യാവുന്ന മറ്റൊരു യോഗാസനമാണ് താളാസനം. കാലുകളുടെ ഭാഗത്തെ വയ്ക്കുക, ചേർത്ത് വെക്കണമെന്നില്ല. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഇരുവശങ്ങളിലൂടെ ഉയർത്തിയിട്ട് വിരലുകൾ തമ്മിൽ തിരിച്ച് ക്രോസ് ചെയ്ത് എന്നിട്ട് ഉപ്പൂറ്റി ഉയർത്തി വിരലിൽ കുത്തി ഉയർന്നു നിൽക്കുക. കൈകൾ ഉയർത്തുമ്പോൾ ചെവിയോട് ചേർന്നിരിക്കട്ടെ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കാലിൻ്റെ വിരല് തൊട്ട് ടോപ്പ് വരെ ബോഡി ഫുള്ള് വലിയുന്നുണ്ട്, നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മസിൽ സ്ട്രെച്ച് ചെയ്ത് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നു. അതുപോലെ നല്ല ബോഡി പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നു. ചിലപ്പോൾ കുറച്ച് പ്രായമാകുമ്പോൾ നമുക്ക് കൂര് വരിക, പൊക്കം കുറഞ്ഞതുപോലെ തോന്നുക, പ്രായമായിട്ട് കാണുമ്പോൾ ചെറുപ്പത്തിലേക്കാളും പൊക്കം കുറഞ്ഞതുപോലെ ചെറുതെ കാണുമ്പോൾ തോന്നിയത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ നല്ല ബോഡി പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ യോഗാസനം സഹായിക്കും. താളാസനം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയും കൈകൾ ഉയർത്താം, ഇങ്ങനെ ചെയ്യാം. പക്ഷെ ഇരുവശങ്ങളിലൂടെ ഉയർത്തുമ്പോൾ നമ്മുടെ ചെസ്റ്റ് കുറച്ചുകൂടി ഒന്ന് വികസിക്കും. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഒരു ഹെൽത്തിന് നല്ലതാണ്. ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്നത് വഴി കൂടുതൽ ഓക്സിജൻ എയർ ഉള്ളിലേക്ക് ചെല്ലും. അപ്പം നെക്സ്റ്റ് നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യാം. ഏറ്റവും സിമ്പിളാണ് അർത്ഥകടിചക്രാസനം എന്ന് പറയും. അർത്ഥകടിചക്രാസനം, കടി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമ്മുടെ അരക്കെട്ട് വേസ്റ്റ് എന്നാണ്. അർത്ഥകടിചക്രാസനം അല്ലെങ്കിൽ ഹാഫ് വീൽ പോസ്. അത് ചെയ്യാനായിട്ട് നമ്മൾ കാലുകൾ അടിച്ചു നിൽക്കുക. എന്നിട്ട് ശ്വാസമെടുത്ത് കൈകൾ ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് ഈ ഒരു രീതിയിൽ ഈ സൈഡിലേക്ക് ബെൻഡ് ചെയ്തിരിക്കുക. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ പോർഷൻ ഒരു ഹാഫ് വീൽ, ഒരു ചക്രത്തിൻ്റെ പകുതി പോലെ തോന്നും. അതുകൊണ്ടാണ് ഈ പേര് വന്നത് അർത്ഥകടിചക്രാസനം. ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്യണം. ശ്വാസം എടുത്ത് കൈ ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് ഈ ഒരു രീതിയിൽ നിൽക്കുക. 7 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ശ്വാസം എടുത്ത് തിരിച്ചു വന്നു ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴ്ത്തുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ബ്രീത്തിങ്ങിലൊന്നും നിങ്ങൾ അത്ര ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ഒരു എക്സസൈസ് ഫസ്റ്റ് ചെയ്യുക. സാധാരണ ബ്രീത്തിങ്ങും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒക്കെ ഇല്ലാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ഇതൊക്കെ ചെയ്തിട്ട് അവിടെ ഹൈറ്റൊക്കെ ഒന്ന് കൂടിട്ട്. ഓക്കെ, അടുത്ത വീഡിയോ വീണ്ടും കാണാം. എഴുതാൻ